മാർച്ച് വരെ ആനുകൂല്യം കൊടുത്ത ഇപ്പോ തുടങ്ങിയിട്ട് ഒരു വർഷമാണുള്ളൂ. 2024 മാർച്ച് വരെ അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും അവർ ആനുകൂല്യം കൊടുക്കാൻ ഇപ്പൊ തീരുമാനമായി. അതിന്റെ ഭാഗമായി ഈ സെസ് പിരിവിന്റെ ഭാഗമായി 13 കോടി രൂപയാണ് ഇന്നലെ മലപ്പുറം ജില്ലയിലേക്ക് മാത്രം ബോർഡ് എടുത്ത് തീരുമാനം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ഇവിടെ ഈ ഇപ്പോഴുള്ള തീരുമാനമെടുത്തു പോകുന്നത്. ഇതിനെതിരെയാണ് ഈ സമരം. ഞങ്ങൾ പറയുന്നത് കൃത്യമായി നിങ്ങൾ അക്ഷയക്ക് വിടാനല്ല. അതിന്റെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. ഈ പഞ്ചായത്ത് ബോർഡിന്റെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിലൂടെ പണം അടക്കണം. ആ പണം നിങ്ങൾ വെറുതെ അടക്കണ്ട. ആ പിരിക്കുന്നതിന്റെ 1% പഞ്ചായത്ത് ബോർഡ് പിരിക്കുന്നതിന്റെ 1% അവിടെ ഒരു ജീവനക്കാരനെ വെച്ച് ആ ജീവനക്കാരന് ശമ്പളം കൊടുക്കാനുള്ള മാനദണ്ഡം കൂടി അന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എങ്ങനെയും ഒപ്പിപ്പോയാൽ പോരാ. ഇപ്പോ ഇതിന്റെ വാല്യൂ എത്രയാ? ഇവിടെ പറയുന്നത് ലൈഫിനൊരു അപേക്ഷയായിട്ട് വന്ന ഇത് കിട്ടിയാൽ നിങ്ങൾ സെസ് അടക്കേണ്ടി വരും. നമ്മൾ ഉൾനാട്ടിൽ പഞ്ചായത്തിലൊക്കെ പറയുന്നു നിങ്ങൾ സെസ് അടക്കാണ്ടോ ലൈഫിൽ 4 ലക്ഷം രൂപ കിട്ടിയ എത്ര ഇതിന്റെ വാല്യൂ? ഇത് നിങ്ങളെ പറഞ്ഞു പറ്റിയിരിക്കുക. ലൈഫിൽ വീട് എടുത്തോളൂ, സെസ് അടക്കേണ്ട. അത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ആ ശമ്പളം വാങ്ങുമ്പോൾ നിങ്ങൾ അതിന് അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥാനം ഒരു സൂചന വന്നിട്ട് കൊണ്ടുപോകുന്നില്ല. സമയത്ത് വൈകിട്ടുണ്ട്. ഇതൊരു സൂചന മാത്രം. ഞങ്ങൾ നിർമ്മാണ തൊഴിലാളികളാണ്. ഞങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഈ കാണുന്ന ബിൽഡിങ്ങും ഈ കാണുന്ന റോഡുകളും ഇവിടെ അടക്കം പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള ആളുകൾ എടുത്താരാ? ഇവിടുത്തെ നിർമ്മാണ തൊഴിലാളികളാ. ഇവിടെ ഇതുപോലെ റോഡിലേക്ക് വലിച്ചെറിയാൻ അല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധവുമായി പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കൃത്യമായി പിരിച്ച് ആ പിരിവ് പൂർണ്ണമായും സേവന ബോർഡിലേക്ക് അടച്ച് അവരുടെ ആനുകൂല്യം